വിളിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ പരിപാലനയും ഒക്കെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ പെരുമഴയായിരുന്നു. കർത്താവ് ഇന്ന് നമുക്ക് കടന്നു വരാനായിട്ട് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. മക്കളെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് ദൂരെ നിന്നൊക്കെ കടന്നു വന്ന മക്കളുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. കിലോമീറ്ററുകൾ കറങ്ങി ചുറ്റിയൊക്കെ വന്ന്, കാരണം കർത്താവിനെ കൂടാതെ നമുക്കൊന്നുമില്ല മക്കളെ. ദൈവമുള്ളവനെല്ലാം ഉണ്ട്. ഈ കർമ്മലസഭയിൽ നമ്മുടെ മിണ്ടാമണമൊക്കെ സ്ഥാപിച്ച അമ്മയുടെ പേരാണ് മദർ മരവിലാസ്. മരവിലാസ് പറയുന്നൊരു വാക്യം, ദൈവമുള്ളവന് സമസ്തവും ഉണ്ട്, ദൈവമില്ലാത്തതിനൊന്നുമില്ല. ഒരു ഒച്ചത്തിൽ പറ, ഹൃദയം കൊണ്ട് പറ, ദൈവമുള്ളവര് മാത്രം ഹല്ലേലൂയ പറ. ഇതൊരു ഉറപ്പാണ്. കുഞ്ഞെ അനേകം യുവതി യുവാക്കന്മാരൊക്കെ ഈ കൂട്ടായ്മ ഇരിക്കുന്നപ്പോൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ ജീവിതത്തിൽ ഒരു തടസ്സത്തിലോ ഒരു പ്രതിസന്ധിയിലോ ഒരു തകർച്ചയിലൊക്കെ നിൽക്കുന്നവരായിരിക്കും. പക്ഷേ ദൈവങ്ങൾ അറിഞ്ഞുള്ളത്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ഇന്ന് ഈ ആലയത്തിൽ ഇരുന്നുകൊണ്ട് ഈ ഹല്ലേലൂയ നിങ്ങളിങ്ങനെ അറിഞ്ഞോ അറിയാതെയൊക്കെ നിങ്ങളിങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ അറിഞ്ഞു വിളിക്കും. അത് ഇപ്പം വെറുതെ വിളിക്കുക ഹല്ലേലൂയ എന്നൊക്കെ ചുമ്മാ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി കഴിയുമ്പോൾ നിങ്ങൾ ഹൃദയം വിളിക്കാൻ തുടങ്ങും, അറിയാതെ പ്രാർത്ഥിച്ചു തുടങ്ങും. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ കരുണ ആ സമയത്ത് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകും. മക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ. പറഞ്ഞ് മടുപ്പൊക്കെ ഉള്ളവർ ഈ മടുത്തുകൊണ്ടിരിക്കുകയല്ലേ, നല്ല ശക്തമായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകും. നല്ല ധൈര്യം ഒച്ചയില്ലാത്തവരെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. ഹല്ലേലൂയ. നല്ല ദീർഘതയോ ഒരു ആവേശമോ ഒരു സന്തോഷം ദൈവത്തെ ആരാധിക്കുന്നതിന് മുഴുഹൃദയത്തോടെ മുഴുവാത്മാവോടെ മുഴുശക്തിയോടെ ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു. മാതാപിതാക്കൾ ആരാധിക്കണം. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ മാതാപിതാക്കൾ ദൈവത്തെ ആരാധിക്കുക. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കും. അവർ സ്കൂളിലായിരിക്കും, പരീക്ഷയ്ക്ക് പോയി വിദേശത്തായിരിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്നായിട്ട് നമ്മൾ കുർബാനയ്ക്ക് പോയി നല്ല തീഷ്ണതയോടെ പാടി പ്രാർത്ഥിച്ച് ഏറ്റവും പുറകെ പോയിരിക്കല്ലേ, പുറകെ പോയിരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകല്ലേ, ഏറ്റവും മുമ്പിൽ വന്നിരിക്കണം. അവിടെ വന്നിട്ട് പാടി പ്രാർത്ഥിച്ച് ആനന്ദിച്ച്. ഒരു ശിശു കൊച്ചുങ്ങളെങ്ങനെ കൊച്ചുങ്ങൾ മുമ്പിൽ വരണം. ശിശുവിനെ പോലെ ആകുക എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കൂടെ കൂട്ടുന്നതിനെ ശിശുവിനെ പോലെ ആകുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ എളിമപ്പെട്ട്. ഞാനിപ്പോഴും ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഞാൻ ആദ്യം വികാരിയായിട്ട് പള്ളിവാസലായിരുന്നു, ഹൈ റേഞ്ചിൽ മൂന്നാറിനടുത്ത്. എൻ്റെ പള്ളിയിൽ വരുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, ടാറ്റ കമ്പനിയുടെ അസിസ്റ്റൻറ്റ് മാനേജർ. കൽക്കട്ടയിലെ മാനേജർ കഴിഞ്ഞ് ഇയാളാണ് മുഴുവൻ നടത്തുന്നത്. ഏറ്റവും മുമ്പിൽ വന്ന് നിലത്തിരിക്കും മനുഷ്യൻ. ഇയാളെ കണ്ട മനുഷ്യൻ മുട്ടിടിക്കും. എത്രയോ എസ്റ്റേറ്റുകളുടെ ഉടമയായി മനുഷ്യൻ. പക്ഷെ ഞായറാഴ്ച പള്ളി വന്ന മുമ്പിൽ വന്ന് നിലത്ത്, അവിടെ ബെഞ്ചൊക്കെ ഉണ്ട്, പള്ളിയിലിരിക്കാൻ അത്യാവശ്യം ബെഞ്ചൊക്കെ ഉണ്ട്. മുമ്പിൽ വന്ന് പിള്ളേരുടെ കൂടെ വന്നിരിക്കും മനുഷ്യൻ. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ എന്ത് ചെയ്യും? മഴക്കാലത്ത് വേനൽക്കാലത്ത് മഴ പെയ്യിക്കും. അയാൾ വന്നിട്ട് പറയും, കൃഷിയൊന്നുമില്ല, ക്രോപ്പൊന്നുമില്ല, വെയിലാ ചൂടാ ഒന്നുമില്ലെന്ന് പറയും. എന്നിട്ട് ഒരു 50 രൂപ തന്നിട്ട് പറയും കുർബാനയില്ലാണെന്ന് പറയും. അവളെ ഇയാളെ ഇവിടുത്തെ തന്നെ അലക്സാണ്ടർ സാറ് കോട്ടയംകാരനാ. ചിലപ്പോൾ ആ കുടുംബക്കാരൻ ആരിലൊക്കെ ഇവിടെ ഇരിപ്പുണ്ടാവും. ഞാനിന്നും അത്ഭുതപ്പെട്ട ഒരു മനുഷ്യനാണ്. 2 ആഴ്ചയിൽ ഒരിക്കൽ വണ്ടി ഓടിച്ചിട്ട് വരും. അവിടെ കയറി വരും, കുമ്പസാരിക്കണം. ഒരു കുഞ്ഞു ഞാൻ ഇത്രയും നല്ലൊരു കുമ്പസാരി ഞാൻ ചുമ്മാ പറയുന്നില്ല, കുഞ്ഞു പിള്ളേർ കുമ്പസാരിക്കുന്ന പോലെ എണ്ണി പെറുക്കി കുമ്പസാരിക്കുന്നൊരു മനുഷ്യൻ. ഞാൻ പറഞ്ഞതിന് നിസ്സാരക്കാരൻ്റെ കാര്യമല്ല. ഞാനൊക്കെ അവിടെയുള്ള സമയത്ത് മൂന്നാർ മേഖല മുഴുവൻ, ആ ഏരിയ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന ദേവികുളം മണ്ഡലം പാലിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ കാര്യവും ഞാനീ പറയുന്നത്. 10,000 ജോലിക്കാരുടെ മേൽ അധികാരമുള്ളവൻ്റെ കാര്യവും ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ച ഒരിക്കൽ എനിക്ക് ഫോൺ വരും, അച്ഛൻ എനിക്ക് നാളെ കുമ്പസാരിക്കണം. തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും അത്. ഒന്ന് കുമ്പസാരിക്കും. അതൊരു 10-15 മിനിറ്റ് നേരം എടുക്കാം കുമ്പസാരം. ദൈവത്തെ ഭയമുള്ള. ഒരിക്കൽ വിളിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, മരിക്കാൻ വേണ്ടി കിടക്കുക. ഞാൻ കാണാൻ വേണ്ടി ചെന്ന് നിൽക്കുക. ഭാര്യ ഉണ്ട് അടുത്ത്. എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണെന്ന് വെച്ചാൽ, ഞാൻ സ്വർഗത്തിൽ പോകുമോ?
ഈ മനുഷ്യൻ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്. എനിക്ക് സുഖപ്പെടണമെന്നോ എൻ്റെ അറ്റാക്ക് മാറ്റണമെന്നൊന്നും അല്ല ഇയാൾ എന്നോട് ചോദിക്കുന്നത്. ഈ മനുഷ്യൻ എന്നോട്, മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് ചോദിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോവാച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയ മനുഷ്യനെയാണ്. അവിടുന്ന് കഴിഞ്ഞിട്ട് പോന്നു. അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 2010-ലോ 2011 അദ്ദേഹം മരിക്കുന്നത്. ജീവിച്ചു ഇങ്ങനെ വലിയൊരു അത്ഭുതമായിരുന്നു മനുഷ്യൻ. പള്ളിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സന്യാസി എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഇയാൾ പ്രാർത്ഥിക്കണം. കൈകെട്ടി നിൽക്കത്തുള്ളൂ, കൈകെട്ടി നിൽക്കത്തുള്ളൂ, കണ്ണു അടച്ചൊരു നിൽപ്പാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വന്ന് ആദ്യം വന്ന് കുർബാന സ്വീകരിച്ചാൽ അവിടെ പോയി കുത്തിരിക്കും. നമ്മളല്ല മുമ്പിലിരിക്കും പിള്ളേരുടെ കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ പോവോ? ചോദ്യം ഇതാണ്, ഞാൻ സ്വർഗത്തിൽ പോവോ? നമ്മുടെ ജീവിതത്തിൽ എന്താ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. ഞാൻ സ്വർഗത്തിൽ പോവോ? എൻ്റെ കെട്ടിയോ സ്വർഗത്തിൽ പോവോ? എൻ്റെ കെട്ടിയോള് സ്വർഗത്തിൽ പോവോ? എൻ്റെ മക്കൾ സ്വർഗത്തിൽ പോകും? നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇതാന്നേ. ബാക്കി ചോദ്യങ്ങളൊക്കെ വെറുതെയാ. എൻ്റെ മക്കൾ നാളെ പട്ടിണി കിടക്കുവോ? എൻ്റെ തലമുറകൾക്ക് നാളെ ഒന്നുമില്ല. എൻ്റെ മക്കളും എൻ്റെ തലമുറകൾ നാളെ ദൈവത്തെ ആരാധിക്കുമെന്നായിരിക്കണം. ഒരൊറ്റ ചോദ്യമാണ്. എൻ്റെ മക്കള് എൻ്റെ തലമുറ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഇന്നലെ ഇരുന്നുകൊണ്ട് അവിടെ ഭക്ഷണം കഴിച്ചിരുന്ന അച്ഛന്മാർ ഞങ്ങളിത് പറയുന്ന ഒരു ദൈവാനുഗ്രഹമുള്ളൊരു കുടുംബത്തിൽ പിറന്നത് എത്ര വലിയ ഭാഗ്യമാണ്. ഞങ്ങൾ 3 വൈദികരിരുന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഇന്നലെ. ഒരു വലിയ കുഴപ്പവും തട്ടുകേടൊന്നും ഇല്ലാത്തൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. കൂടെ ഇരുന്ന 2 അച്ഛന്മാരും അങ്ങനെയാണ്. പറഞ്ഞ കേസ് ഇതാണ്. ദൈവമേ നന്ദി ദൈവമേ, ഒരു വിശ്വാസമുള്ള മാതാപിതാക്കൾക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയല്ലോ. ഇറ്റ് വാസ് നോട്ട് അവർ ഓപ്ഷൻ. നമ്മുടെ ഓപ്ഷൻ അല്ലായിരുന്നത്. നമ്മൾ തിരഞ്ഞെടുത്തതാണ്. ഈ വീട്ടിൽ ഇന്ന അപ്പന് ഇന്ന അമ്മയ്ക്ക് ജനിക്കണമെന്ന് എൻ്റെ ദൈവം എന്നോട് കാണിച്ച ഒന്നാമത്തെ കരുണയല്ലേ. ഹല്ലേലൂയ. നിങ്ങള് ചില മക്കളുണ്ടല്ലേ, ചില തരത്തിൽ ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവര്. നമ്മൾ പറയത്തില്ലേ ശാപം കിട്ടിയ വീട്, ശാപം കിട്ടിയ വീട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവഹിതം നിറവേറ്റാൻ, ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന ദൈവം നമുക്ക് വേണം മക്കളെ. അതിനുവേണ്ടി ത്യാഗം എടുക്കുന്നത്. 15 നോയമ്പ് എത്ര പേരെ എടുത്തെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കയ്യും പൊക്കിക്കുന്നില്ല. 15 നോമ്പ് തീരാൻ പോയി. ഇന്ന് 11-ാം തീയതി 4 ദിവസം കൂടെ ഉള്ളൂ, അല്ലെ 3 ദിവസം കൂടെ ഉള്ളൂ. എടുത്തിട്ടില്ലാത്തൊരു ഇന്ന് മുതൽ കൂടി നോയമ്പ് എടുക്കുക. ഒരു 3 ദിവസം നമ്മുടെ തലമുറകൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി. പെണ്ണിന്റെ കല്യാണം നടക്കാനും ചെറുക്കന് വീസ കിട്ടാനൊന്നുമില്ല, സ്വർഗത്തിൽ പോകണം എല്ലാവരും. തലമുറകൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു 3 ദിവസം നമ്മുടെ നോയമ്പെടുക്കും മക്കളെ. ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 21-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. 9-ാം വാക്യം. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ലോകത്തിലെ ഒന്നും നമ്മളെ ഭയപ്പെടുത്തരുത്. നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന ഒന്നും നമ്മളെ, ഒരു മെഡിക്കൽ റിപ്പോർട്ടും നമ്മളെ ഭയപ്പെടുത്തരുത്. ഹല്ലേലൂയ. ഒരു കാറ്റും ഒരു കോളും നമ്മളെ ഭയപ്പെടുത്തരുത്. ഒരു മഴവെള്ളവും ഒരു വെള്ളപ്പൊക്കവും നമ്മളെ ഒരു മഴപ്പെയ്ത്തും ഒരു വെള്ളപ്പൊക്കവും നമ്മളെ ഭയപ്പെടുത്തരുത്. ഹല്ലേലൂയ. അതിന് മുകളിൽ നിൽക്കുന്ന നിന്റെ കർത്താവിനെ നീ കാണണം. അതിന് നീ ഭയപ്പെടരുത്. യുദ്ധങ്ങളെ പേര് ദാരിദ്ര്യത ജോലി പോയെന്നിരിക്കും. വിദേശത്തുള്ള അനേകം മക്കൾ ഇപ്പോൾ ഓൺലൈനായിട്ട് ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ ജോലി പോയെന്നിരിക്കും, ജീവിതത്തിലൊരു പ്രശ്നം വന്നെന്നിരിക്കും, നീ സസ്പെൻഷനിൽ പോയെന്നുണ്ട്. UK-ലൊക്കെ നേഴ്സുമാർ ഒരുപാട് പേര് എനിക്ക് മെസ്സേജാണ്. ജോലിക്ക് പോകാൻ നിൽക്കുമ്പം ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു വരണ്ട, നീ സസ്പെൻഷനില്ല, ഒരാഴ്ചത്തേന് നിന്നെ മാറ്റി നിർത്തി, ഡിസിപ്ലിനറി ആക്ഷനാണ്. ചേട്ടൻ്റെ കൈക്ക് പിടിച്ചപ്പോൾ ചേട്ടൻ്റെ കൈ വേദനിച്ചെന്ന് കണ്ടു പോകാൻ ചേട്ടൻ കംപ്ലൈൻറ്റ് കൊടുത്തതിനാണ്. ഇവിടെ ഒരുപാട് മലയാളി മക്കൾ, കൊച്ചുങ്ങൾ, നേഴ്സുമാർ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ ഹെൽത്ത് വർക്കേഴ്സ്, ഈ നേഴ്സിംഗ് ഹോമിലൊക്കെ നിൽക്കുന്നവർ, ഈ ദിവസങ്ങളിൽ 3-4 പേരെ കിട്ട മെസ്സേജാണ് ഇത്. അവർ പറഞ്ഞു ഒന്നാമത് ജോലി പോകാൻ UK-ലൊക്കെ ജോലി എപ്പം പോകുമെന്ന് വിചാരിച്ചാൽ മതി. ഒരു ദിവസം വീടുമൊക്കെ പണിയാൻ ലോണും ഒക്കെ എടുത്തെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരാഴ്ച വരണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ ചെയ്യാത്ത കുറ്റത്തിന് നീ ശിക്ഷിക്കപ്പെടും. ഇതിലെ കേട്ടോ, നീ ചെയ്യാത്ത കുറ്റത്തിന് നീ ശിക്ഷിക്കപ്പെട്ടിരിക്കും. അപ്പോഴും പറയേണ്ടത് ഒന്നെങ്കിൽ ഈശോയെ എന്ന് വിളിച്ചോണം, അല്ലെ ആമേൻ എന്ന് പറയണം. ഹല്ലേലൂയ. നീ ധൈര്യമായിട്ട് നിൽക്കട കൊച്ചേ, നിന്റെ കൂടെ കർത്താവില്ലേ?
നിന്റെ പടച്ചട്ടയുടെ പേരാ കർത്താവ്. ആമേൻ. നിന്റെ പടച്ചട്ടയുടെ പേരാ കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവിനെ തൊടാതെ നിന്നെ തൊടാൻ പറ്റത്തില്ല. ആ ഗ്യാരണ്ടി ദൈവം മക്കൾക്ക് വേണം. ഹല്ലേലൂയ. നിന്റെ പടച്ചട്ടയായ കർത്താവ്, നിന്റെ പടച്ചട്ട, നിന്റെ സംരക്ഷണം, നീ ഭയപ്പെടല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്കൊരു അനർത്ഥവും വരികയില്ല അല്ലേ? 91-ാം സങ്കീർത്തനം. ഒരനർത്ഥവും, ആയിരങ്ങളും പതിനായിരങ്ങളും മരിച്ചു വീണ ഇടതും വലുതും, നിനക്കൊരനർത്ഥവും. ധൈര്യം ഉണ്ടാവില്ല വിശ്വസിക്കാനൊക്കെ. അയ്യോസാരയുടെ പറയുന്നുണ്ട്, ആ കമ്പനിയിലുള്ള മുഴുവൻ മലയാളികളെ പിരിച്ചു വിട്ടു. ഞാനിപ്പോഴും അവിടെയുണ്ട്. പേടിച്ചാ പറയുന്നേ. നാളെ എൻ്റെ ഇത് പോകുന്നൊക്കെ പേടിച്ചോണ്ടേ. പക്ഷെ ആ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഇന്ത്യക്കാരെയും പറഞ്ഞു വിട്ടു. ഇനി മുഴുവൻ ഇംഗ്ലീഷുകാരും ഞാനും മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. 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 ആരെങ്കിലും എന്നെ വിളിച്ചു ഞാൻ പറയും 11 നോമനെ ചൊല്ലിക്കൊള്ളാൻ പറയും. പറ്റുമെങ്കിൽ ഇച്ചിരി നോയമ്പും കൊണ്ട് എടുത്തോളാൻ പറയും. ദിവസം പള്ളിയിൽ പോകാൻ പറ്റുമെങ്കിൽ പള്ളിയിൽ പൊക്കൊള്ളാൻ പറയും. പറ്റുമെങ്കിൽ ഒരു 4 കൊന്തയും ചൊല്ലിക്കൊള്ളാൻ പറയും. യെശയ്യായുടെ വചനം 40-ാം അധ്യായം മുതൽ വായിച്ചു തുടങ്ങിക്കൊള്ളാനും കൂടെ പറയും. ഇത്രയൊക്കെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ഇതിനകത്ത് നിന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കും. ഇതിനകത്ത് തീരാനുള്ള പ്രശ്നമേ നിനക്കുള്ളടാ കൊച്ചേ. ഇത്രയും വായിച്ചാൽ നിന്നെതിരെ വരുന്ന യുദ്ധം അവിടെ നിന്ന് പോകും. ആരപ്പുണ്യവതിയുടെ കഥ പറഞ്ഞപ്പോ പറഞ്ഞല്ലേ, തിരിച്ചോടും. ഹല്ലേലൂയ. തുർക്കികൾ ആക്രമിക്കാൻ വന്ന ഇറ്റലി പാതുവ കീഴ്പ്പെടുത്താൻ വേണ്ടി വന്നതാ. ഖുർആനെടുത്ത് ഇങ്ങനെ പിടിച്ചു. ഖുർആനെടുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. സിബോറിയല്ല, മോൺസ്റ്റൻസ് എടുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. അടാ കൊച്ചേ, നിന്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ നീ ഉയർത്തിപ്പിടിക്കണം. നിന്റെ ഉള്ളിലുള്ള ദിവ്യകാരണത്തെ നീ ഉയർത്തിപ്പിടിച്ചാൽ നീങ്ങിപ്പോകാത്ത ഒരു ശത്രുവില്ല. കലഹങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്. എല്ലാം സൂചനകളാണ് മക്കളെ. ഞാൻ പറയും, ദൈവസ്നേഹത്തിന്റെ സൂചനകളാണ്. ജീവിതത്തിലെ ദുഃഖങ്ങളും ആകുലതകളും പോലും ദൈവസ്നേഹത്തിന്റെ സൂചനകളാണ്. ഇന്ന് നീ ഒരു ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നത് ദൈവസ്നേഹത്തിന്റെ സൂചനയാണ്. നീ പോയി കർത്താവിന്റെ മുമ്പിലിരിക്കണം. നീ പോയി മുമ്പിൽ, നമുക്കറിയാലോ, ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ പോയി പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. കൊച്ചൊരു പ്രധാനപ്പെട്ട പരീക്ഷ എഴുതാൻ പോയാൽ പള്ളിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളെ പ്രതിസന്ധികളൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നൊരു ഓർമ്മപ്പെടുത്തൽ. നിന്നെ തകർക്കില്ലെന്നേ. ഒരു പ്രതിസന്ധിക്കും നിന്നെ തകർക്കാനാവില്ല. ഒരു പ്രതിസന്ധിക്കും നിന്നെ തകർക്കാനാവില്ല. നിന്റെ ദൈവം ഇങ്ങനെ നിന്നെ പൊതിഞ്ഞു നിൽക്കുക. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്. എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല. ഒന്നും തുടങ്ങിയിട്ടില്ലെന്ന്, വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ദൈവത്തെ ആരാധിക്കണം മക്കളെ. എല്ലാം മറന്ന് നേരത്തെ പോലെ ശിശുവിനെ പോലെ തുള്ളിച്ചാടി ജീവിക്കണം. രാവിലെ എഴുന്നേറ്റു, കരഞ്ഞു, കൂവി, കാപ്പി കുടിച്ചു, ചിരിച്ചു, കളിച്ചു, ഓടി നടന്നു, വൈകിട്ട് വന്ന് കിടന്ന് ഉറങ്ങി. ശിശുവിനെ പോലെ എന്നൊക്കെ പറഞ്ഞു. ശിശു ഒരു കുഞ്ഞ് ഉള്ള വീട്ടിലുള്ളവനുള്ള കുഞ്ഞിനെ നോക്കി പഠിക്കും. ഈ കുഞ്ഞെന്നാ ചെയ്യുന്ന തമ്പുരാൻ പറഞ്ഞ ശിശുവിനെ പോലെ ആകാനൊക്കെയാണ്. എപ്പോഴും തോളെ കയറിയിരിക്കണം നിർബന്ധം പിടിക്കുന്ന നാട്ടിൽ പിള്ളേര്. ഇടയ്ക്ക് വഴക്കുണ്ടാക്കണം. ഈശോട് എന്നെ തോളെ കയറ്റാൻ പറയണം. ഈ തോളെ കയറ്റാൻ പറയുന്നവരാ ശിശുക്കളാകുന്നത്. എന്നെ തോളെ കയറ്റി കർത്താവേ, എന്നെ എടുക്കണം. ചില പിള്ളേരെ തോന്നില്ല, 2 കൈ നീട്ടി പിടിച്ചോണ്ട് എപ്പോഴും ഇരിപ്പാണ്. ചില പുള്ളകളെ കണ്ടിട്ടില്ലേ, ചില പുള്ളകൾ നടക്കത്തില്ല, ഇങ്ങനെ 2 കൈ പിടിച്ചുകൊണ്ട് നിൽക്കുക. ഈശോ ഇതെല്ലാം കണ്ടിട്ടാണ് ശിശുവിനെ പോലെ ആകാൻ പറ്റാതെ. എന്നെ തോളെ കയറ്റ്, എന്നെ എളിയിലിരുത്ത്, എന്നെ മടിയിലിരുത്ത് എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് ശിശുവായിട്ട് മാറുന്നത്. അവൻ തുടർന്നു, ജനം ജനത്തിനെതിരായും ഉണ്ടെന്നേ. ഇപ്പൊ എന്തൊക്കെയല്ലേ, മുസ്ലിങ്ങള്, ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള് 3 എണ്ണമാണ് അടിച്ചുകൊണ്ടിരിക്കുക. കോട്ടയത്ത് വലിയ കുഴപ്പമില്ല. ചില ദേശങ്ങളിൽ പള്ളിമണി അടിക്കാൻ പറ്റത്തില്ല. അറിയാല്, നോർത്തിലോട്ടൊക്കെ പോയാൽ ഇതൊക്കെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. ഇപ്പം തന്നെ ദേശത്ത് ധ്രുവീകരണം. ക്രിസ്ത്യാനി, നീ വിഭാഗീയത ഉണ്ടാക്കാൻ പോയേക്കല്ലേ കേട്ടോ. നീ വിഭാഗീയത ഉണ്ടാക്കാൻ പോയേക്കല്ലേ. ജാതിയൊന്നും പറയാൻ നീ പോയേക്കല്ലേ. നിനക്ക് ജാതിയില്ലടപ്പ. ക്രിസ്ത്യാനിക്ക് ജാതിയില്ല. നീ വിഭാഗീയത ഉണ്ടാക്കാൻ പോകുന്നു. നീ ദൈവത്തെ ആരാധിക്കുന്നവരല്ല ക്രിസ്ത്യാനി. വിഭാഗീയത എന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുന്നവനല്ല ക്രിസ്ത്യാനി. ഹല്ലേലൂയ. ദേശത്ത് എന്തായാലും ദൈവാനുഗ്രഹ കോട്ടയം എന്തായാലും ദൈവത്തിന്റെ കരുണയുടെ ഒരു ഇടമായിട്ട് കർത്താവ് കാത്തു പാലിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ആരും തമ്മിൽ വഴക്കില്ല. ഇവിടെ എല്ലാവരും തമ്മിൽ സ്നേഹമാണ്.
ഇവിടെ എല്ലാവരും സ്വന്തക്കാരാണ്. കോട്ടയത്ത് എല്ലാവരും സ്വന്തക്കാരാണ്. കോട്ടയത്ത് എല്ലാവരും ബന്ധുക്കളാണ്. കോട്ടയത്തെല്ലാം പ്രിയപ്പെട്ടവരാണ്. കാരണം നമുക്ക് നമ്മൾ ഒരേ വെള്ളമാണ് കുടിക്കുന്നത്. മുനിസിപ്പാലിറ്റി കലങ്ങിയ വെള്ളമല്ല നമ്മൾ കുടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരുന്ന വെള്ളം അത് കുപ്പിക്കകത്ത് കിട്ടിയാൽ ആ വെള്ളമൊക്കെ തന്നെ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. ഒരു വെള്ളം മാത്രം നമ്മൾ കുടിച്ചോണ്ടി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. ഞങ്ങളെ ഒരു യുദ്ധത്തിനൊരു ഇടവരുത്തല്ല. ജാതിയും മതവും വർഗവും പൊളിറ്റിക്സ് വരുമ്പോഴാണ് മക്കളെ ജാതിയും മതമൊക്കെ ഇങ്ങനെ വഴക്കാകുന്നത്. ആര് തല്ലുണ്ടാക്കാൻ പറയുന്ന അവന് കള്ളം തരമുണ്ട്. അവനിലൊരു കള്ള ലാക്കുണ്ടെന്നേ. അവൻ ഇസ്ലാം ആയാലും അവൻ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ജാതിയും മതമൊക്കെ പറഞ്ഞു. ചില മനുഷ്യരൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഞാൻ കേട്ടെ. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാൻ ഗുരുവിനെ പോലെ ബഹുമാനിച്ചിരുന്നൊരു മനുഷ്യനെ, അയാൾ പേരൊന്നും പറയുന്നില്ല. എനിക്ക് ലജ്ജ തോന്നിപ്പോയി കേട്ടോ. ലജ്ജ തോന്നിപ്പോയി മനുഷ്യൻ്റെ വർത്തമാനം കേട്ടിട്ട്. ഞാൻ പറയുന്നില്ല, എന്താ പറഞ്ഞെന്നും പറയുന്നില്ല. നമ്മൾ അങ്ങനെയൊന്നും പറയില്ല. സ്നേഹമില്ലാത്തൊരു വാക്ക് നമ്മൾ പറയില്ല. പ്രത്യേകിച്ച് അന്യനെ പറ്റി നമ്മൾ പറയുമ്പോൾ സ്നേഹമില്ലാത്തൊരു വാക്ക് പറയില്ല. പ്രത്യേകിച്ച് മറ്റു മതത്തിൽപ്പെട്ട ഒരാളെ പറ്റി പറയുമ്പോൾ സ്നേഹമില്ലാത്തൊരു വാക്ക് നമ്മൾ പറയില്ല. ഉണ്ടെങ്കിൽ മിണ്ടാണ്ടിരുന്നോണം. ഹല്ലേലൂയ. പറയില്ല മകളെ, നമുക്ക് അതിനൊന്നും അവകാശമില്ലെന്ന്. നമ്മളൊക്കെ മനുഷ്യനല്ലാതെ മാറുക ആ സമയത്ത്. ഹല്ലേലൂയ. അമ്പലത്തിൽ പോകുന്നൊരു അമ്പലത്തിൽ പോട്ടെന്ന്, മോസ്കിൽ പോകുന്നൊരു മോസ്കിൽ പോട്ടെന്ന്. നീ നിന്നെ വഴക്കുണ്ടാക്കാൻ പോകുന്നത്? നീ നിന്റെ കർത്താവിനെ പറഞ്ഞോ? നീ നിന്റെ കർത്താവിന് സാക്ഷ്യം കൊടുത്തോ? നിന്റെ കർത്താവിന്റെ സ്നേഹം നീ പങ്കുവെച്ചു. അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഹല്ലേലൂയ. ആരെയും വിധിക്കാനൊന്നും നമ്മൾ ആളല്ല മക്കളെ. ഇന്ന് ഞങ്ങൾ അച്ഛന്മാരുടെ പ്രാർത്ഥന പുസ്തകത്തിലാണോ നീ ആരാ മറ്റൊരാളെ വിധിക്കാൻ? ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന പുസ്തകം അങ്ങനെയായിരുന്നു. നമ്മുടെ യാമപ്രാർത്ഥനയല്ലേ, മോർണിംഗ് പ്രയറിൽ. ഇന്നാണോ ഇന്നലെയാണോ എപ്പോഴും വായിച്ചത് ഞാനിപ്പോൾ എൻ്റെ മയോ. ഹു ആർ യു ടു ജഡ്ജ് യുവർ ബ്രദർ? നിന്റെ സഹോദരനെ വിധിക്കാൻ നീ ആരാ? ഹല്ലേലൂയ. എനിക്ക് ദൈവം മാത്രമേ ഉള്ളെങ്കിൽ എനിക്ക് ആരെയും വിധിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിച്ചാൽ മതിപ്പെട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. ഭാരതമൊക്കെ വിഭജിക്കപ്പെട്ടിട്ടില്ല മക്കളെ. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമൊക്കെ വരാൻ പോവാ. കുറച്ച് പേർക്ക് പൈസ ഉള്ളവന് സ്വാതന്ത്ര്യമുണ്ട്, പൈസ ഇല്ലാത്തവന് സ്വാതന്ത്ര്യമില്ല. കുറച്ച് പേര് അടിമയാണ് ദേശത്ത്. കുറച്ച് പേരൊക്കെ ഭീഷണിയിലൊക്കെയാണ്. ദുരന്തമുണ്ടോ നമ്മൾ സത്യം പറയുന്നതിന് ഇപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. നമ്മൾ ഈ ഓഗസ്റ്റ് 15 പ്രാർത്ഥനയുമേ ഞങ്ങളുടെ രാജ്യത്തെ നീ കാത്തുകൊള്ളണേ. ഞങ്ങളുടെ രാജ്യത്തിലെ അല്ലേ എന്താ പറഞ്ഞേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ നമ്മൾ കണ്ടില്ലേ ചുറ്റുപാടുമൊക്കെ. ഉരുൾപൊട്ടി ഒഴുകുക, വെറുതെ നിന്ന സ്ഥലത്ത് ഉരുൾപൊട്ടി ഒഴുകുക. ഹല്ലേലൂയ. ആരാ മക്കളെ സുരക്ഷിതര്? ആരുടെ വീടാ സുരക്ഷിതമായ വീട് എന്നൊക്കെ പറയും. ഇന്നലെ ആരും വിളിച്ചു ഞങ്ങളുടെ നാട്ടിൽ ഉരുൾപൊട്ടാറില്ലെന്ന് പറയുന്നു. ഞാനൊന്നും തിരിച്ചൊന്നും പറഞ്ഞില്ല. എന്ത് പറയാനാ? ഞാൻ പ്രാർത്ഥിച്ചു പൊട്ടാതിരിക്കട്ടെ, പൊട്ടാതിരിക്കട്ടെ. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലെന്നേ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. എവിടെ പൊട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഭൂകമ്പത്തെ പറ്റി കേൾക്കും, നമ്മൾ ഉരുൾപൊട്ടലിനെ പറ്റി കേൾക്കും, ഭൂമി കുലുക്കത്തെ പറ്റി കേൾക്കും. ആകാശത്തിൽ വലിയ അടയാളങ്ങളുണ്ടാകും. ഓരോന്നും ഈ വരാൻ പോകല്ലേ, സൂര്യഗ്രഹണം അങ്ങോട്ട് ഇപ്പം വരാൻ പോകുന്നു, ഇരുട്ട് വരണമെന്ന് അങ്ങോട്ട് പറഞ്ഞ് എന്നാണോ അറിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എടാ കൊച്ചെ, ആകാശത്ത് അടയാളവും ഭൂമിയിൽ അടയാളങ്ങൾ ഉണ്ടായാലും എടാ നിന്റെ ചങ്കിൽ അടയാളം ഉണ്ടാവട്ടെ. നിന്റെ ഹൃദയത്തിൽ ഈ ഒരു അടയാളം വരുമ്പോൾ ഈ അടയാളത്തെക്കാളും വലിയൊരു അടയാളം പ്രത്യക്ഷപ്പെടാനില്ല. നീ ഈ അടയാളത്തെ നീ ആരാധിച്ചുകൊണ്ട് നിനക്കൊന്നിനെ ഭയപ്പെടാനുള്ളത്? ഈ അടയാളത്തെ നീ മുഖത്തെ പിടിച്ചുകൊണ്ടാ ജീവിക്കുന്നതെങ്കിൽ നിനക്ക് ഭയപ്പെടാനില്ലെന്ന്. ഹല്ലേലൂയ. കഴിഞ്ഞ സ്ഥാനം പറയുന്ന കേട്ടു. വീട്ടിൽ ആരുമില്ല, അമ്മയും മകളും, പ്രായമായ അമ്മയും ഒരു മകളും മാത്രം വീട്ടിൽ. പേരക്കിടാവ് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുക. അമ്മ ഇറങ്ങി രണ്ട് വാതിൽ, ഫ്രണ്ടിലെ വാതിലും ബാക്കിലെ വാതിലും കണ്ട 2 വാതിൽ ഓപ്പണിങ് വെളിയിലേക്ക്. പ്രായമായ അമ്മ എന്ന ആനാമ്പള്ളം എടുത്ത് അവിടെ ഒരു കുരിശ് വരച്ചു. മുമ്പിലത്തെ വാതിൽ കുരിശ് വരച്ചു. അമ്മയും കൊച്ചുമോളും കൂടെ ചുറ്റുപാടുമുള്ളവരൊക്കെ അതിന് പോയി. വെള്ളം പൊങ്ങി. ആ വരാൻ അവിടം വരെ ആ ഒപ്പത്തിന് വെള്ളം നിന്നു. ഒരു തുള്ളി വെള്ളം കട്ടളം കിടന്നകത്തേക്ക് വന്നു. ദൈവം കാണും. നീ വരയ്ക്കുന്ന കുരിശൊക്കെ കർത്താവ് കാണുന്നേ. നിന്റെ ചങ്കിലെ വേദനയും നീ തളിക്കുന്ന ആനാമ്പള്ളമൊക്കെ നിന്റെ ദൈവം കാണുന്നേ. ഹല്ലേലൂയ. 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 നമ്മുടെ അടയാളം നമ്മുടെ ദൈവം തന്നെ. വേറെ എന്ത് അടയാളവും നമുക്ക് വേണ്ടത്?
ചങ്കിലൊരു ബോധ്യം കിട്ടുന്നില്ലേ? അതിനേക്കാളും വലിയ അടയാളം എന്താ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ ഇന്നത്തെ ഈ സമയത്ത് ഇരുകരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് നിന്റെ ദൈവം നിന്റെ അടയാളമായിട്ട് മാറട്ടെ. നിന്റെ ക്രൂശ് തന്നെ അടയാളമായി മാറട്ടെ. നീ ഭയപ്പെടേണ്ട. ചുറ്റുപാടും നടക്കുന്നത് നിന്നെ ഭയപ്പെടുത്തണ്ട. നിന്റെ ഉള്ളിലെ ദൈവത്തെ നീ ആരാധിച്ച് പൈതല് ഒരു സ്നേഹത്തിന്റെ സംസ്കാരം ഉണ്ടാവട്ടെ. യുദ്ധങ്ങളുടെ ആളല്ല നീ, സംഭവങ്ങളുടെ ആളല്ല നീ, തകർച്ചയുടെ ആളല്ല നീ. ദൈവം നിന്നെ കോരിയെടുക്കുന്നു. ഒരു ശിശുവിനെ പോലെ കർത്താവ് നിന്നെ പരിഗണിക്കുന്നു. അത്ഭുത അഭിഷേകങ്ങൾ ഉണ്ടാവട്ടെ, ഉണ്ടാവട്ടെ, വിടുതലുകൾ ഉണ്ടാവട്ടെ. കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്ക